സൂറത്തുൻ നംൽ, സൂറത്തുൻ നഹൽ. ഒന്ന് തേനീച്ചകളെ സംബന്ധിച്ചുകൊണ്ട്, ഒന്ന് ഉറുമ്പുകൾ. ഇതാണ് പേര്, അധ്യായത്തിന്റെ പേര്. അതിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹൽ എന്ന് പറഞ്ഞിട്ട് തേനീച്ചകളെ സംബന്ധിച്ചുകൊണ്ട് പറയുന്ന ഒരു സൂറത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മഹാത്ഭുതം അല്ലാഹു പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഔഹാ റബ്ബുക ഇലൻ النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യമായ ബോധനം നൽകുകയാണ്. അല്ലാഹ് ഉത്ബോധനം കൊടുത്തു. ആർക്ക്? ഇലന്നഹൽ, തേനീച്ചകളോട്. അല്ലാഹ് തേനീച്ചകളോട് പറയാണ് എന്ത്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ വ മിനശ് ശജർ. പെൺതേനീച്ചകളെ, അല്ലാഹ് പറഞ്ഞ വാക്ക് അങ്ങനെയാണ് അർത്ഥം. പെൺതേനീച്ചകളെ, നിങ്ങൾ ഈ മരത്തിന്റെ മേലെയും പർവ്വതത്തിന്റെ മേലെയും മനുഷ്യന്മാർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കി ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീടുണ്ടാക്കിക്കോ, കൂടുണ്ടാക്കിക്കോ. തേനീച്ചക്കൂട് അല്ലാഹ് പറയാണ്. അതിൽ അത്ഭുതം കിടക്കുന്ന ഇതാണ്. അല്ലാഹ് പറഞ്ഞു, പെൺ തേനീച്ചകളെ, പെണ്ണുങ്ങളെ എങ്ങളാണ് ഈ കൂടുണ്ടാക്കേണ്ടത്. ثم كلي من كل الثمرات. എന്നിട്ട് നിങ്ങൾ ഓരോ ഫലങ്ങളിൽ ചെന്ന് പൂക്കളിലും അല്ലാത്ത കായ്കനികളിലും എവിടെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അവിടങ്ങളിൽ ചെന്ന് നിങ്ങൾ തേൻ ഭക്ഷിച്ചു കൊള്ളണേ. പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള ഓരോ സ്ഥലത്തും പൂക്കളിലും എവിടെയും കിടക്ക് പോയിട്ട് തേൻ കുടിച്ചു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫസ്ലുകി സുബുല റബ്ബികി ദുലുലാ യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ്. പെൺതേനീച്ചകളെ, നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ മരത്തിന്റെ മേലെയും പർവ്വതത്തിന്റെ മുകളിലും മലന്റെ മേലൊക്കെ കയറിയിട്ട് വലിയ വീടുണ്ടാക്കിക്കോ. എന്നിട്ട് നിങ്ങൾ ആൾ കൂട്ടുന്നിറങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് തേൻ കുടിച്ചോ. എന്നിട്ട് നല്ല തേൻ ഉൽപ്പാദിപ്പിക്കണം. അതിൽ മനുഷ്യന്മാർക്ക് വലിയ ശിഫയാണ്. തേനിൽ ശിഫയുണ്ട്. ഇതിലെന്താണ് അത്ഭുതം? തേനീച്ചക്കൂട്ടിന്റെ ഉള്ളില് ഭയങ്കര നിഗൂഢമായ ഒരു സംഭവം. മനുഷ്യന്മാരെ പോലെ അല്ലെങ്കിൽ സാധാ മൃഗങ്ങളെ പോലെ അല്ല. 3 ടീമാണ് തേനീച്ചക്കൂട്ടിലുള്ളത്. 3 ടീം. 1 ആൺ തേനീച്ച, 2 പെൺ തേനീച്ച, 3 റാണി. റാണി എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നല്ല സൈസ് ഉള്ള ഫീമെയിൽ ആണ്, മെയിൽ അല്ല. ആര്? റാണി. അപ്പൊ പുള്ളിക്കാരെ അതിനുള്ള കുത്തിരിക്കും, പുറത്തൊക്കെ ഒന്നും പോകില്ല. റാണിയാണല്ലോ, റാണിയായിട്ട് അങ്ങനെ കുത്തിരിക്കും. അനങ്ങാനും വേറെ കാര്യത്തിനും നിൽക്കൂല. ആ കൂട്ടില് പിന്നെ 2 ടീമാണുള്ളത്. 1 ആണും പെണ്ണും. ആണുങ്ങൾ ലോകമടിയന്മാരാണ്, അനങ്ങാടെ നിൽക്കും. പിന്നെ സാധാ സൈസ് കുറഞ്ഞ ഫീമെയിൽ തേനീച്ചകൾ, പെൺ തേനീച്ചകൾ. അവരാണ് കൂട്ടുന്ന പുറത്തു പോയിട്ട് തേൻ കുടിക്കാൻ പോകുന്നതും തേനുണ്ടാക്കുന്നതും മൊത്തം ആരാണ്? പെൺ തേനീച്ചകൾ. അപ്പൊ പല ആളുകൾക്കും സംശയം, കൂടുണ്ടാക്കുന്നത് ആണുങ്ങളാണോ? സാധാരണ പുരണ്ടാക്കലും പാർപ്പിടുണ്ടാക്കലും പൊതുവെ എല്ലായിടത്തും പുരുഷന്മാരായിരിക്കും, മെയിൽ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അതും നേരെ ഓപ്പോസിറ്റാ. കൂടുണ്ടാക്കുന്നതും പെണ്ണുങ്ങള്, തേരുണ്ടാക്കുന്നതും പെണ്ണുങ്ങൾ. ആണുങ്ങൾക്ക് ഒരു പണിയില്ല. ആണുങ്ങൾ റാണിയുമായിട്ട് ഇങ്ങനെ കമ്പനി അടിച്ച് അല്ലെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നിൽക്കും. കൂട്ടിൻ്റെ ഉള്ളിൽ മടിയന്മാരായി നിൽക്കും. ഒരു പണി എടുക്കില്ല, വീടുണ്ടാക്കാൻ പോകില്ല, തേൻ കുടിക്കാനും പോകില്ല, അനങ്ങാണ്ട് നിൽക്കും. അതാണ് തേനീച്ച. അതെന്നാ കണ്ടുപിടിച്ചത്? ഇതൊക്കെ വീട്ടിൽ പോയി സെർച്ച് ചെയ്യാം. കൂടുതൽ പഠിച്ചാൽ നമുക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും. ഒരു
ഹോളണ്ടുകാരനായ നെതർലാൻഡുകാരനായ ഒരു ജാൻ സ്വാമർഡാം. അദ്ദേഹം 1600-കൾക്ക് ശേഷം 1600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 കൊല്ലായിട്ടേ ഉള്ളൂ. 350 കൊല്ലായിട്ടേ ഉള്ളൂ. 350 കൊല്ലായിട്ടേ ഉള്ളൂ പുള്ളിക്കാരത് കണ്ടുപിടിച്ചിട്ട്. ഹോളണ്ടുകാരനായ ജാൻ സ്വാമർഡാം. ഒക്കെ വീട്ടിൽ പോയി സെർച്ച് ചെയ്യാം. ഇനി മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ഉണ്ടല്ലോ, എന്റെ സുഹൃത്ത് ലൈവ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ജാൻ സ്വാമർഡാമാണ് പുള്ളി. ഹോളണ്ടുകാരനാണ്, നെതർലൻഡ്. 350 കൊല്ലായിട്ടുള്ള. അള്ള ഖുർആനിൽ പറഞ്ഞിട്ട് 1400 കൊല്ലായി. അള്ള ഖുർആനിൽ പറഞ്ഞിട്ട് 1400 കൊല്ലായി. ഇത് കണ്ടുപിടിച്ചിട്ട് 350 കൊല്ലം. 1630-കൾക്ക് ശേഷം ജാൻ സ്വാമർഡാം പുള്ളിക്കാരൻ ഇങ്ങനെ തേനീച്ചകളെ പറ്റി പഠിച്ചു അവസാനം അദ്ദേഹം കണ്ടുപിടിച്ചു തേനീച്ചക്കൂടുങ്ങൾ വിചാരിച്ച പോലല്ല. 3 കൂട്ടരാണുള്ളത്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, റാണിയുണ്ട്. റാണി ഇന്നാലിനെ പണിയെടുക്കും. ആണുങ്ങൾ അനങ്ങാതെ റാണിയായിട്ട് കമ്പനി അടിച്ചിരിക്കും. പെൺ തേനീച്ചകൾ പുറത്തു പോയിട്ട് കഷ്ടപ്പെട്ട് ഓരോന്ന് എടുത്തോണ്ടോന്ന് കൂടുണ്ടാക്കും. അവരെന്നെ പുറത്ത് പോയിട്ട് എന്ത് ചെയ്യും? തേൻ കുടിക്കും, തേൻ ഉൽപ്പാദിപ്പിക്കും. 1970-കൾക്ക് ശേഷം ലോകത്ത് നോബൽ സമ്മാനം കിട്ടിയ ഒരാള്, അദ്ദേഹം പഠിച്ചത് തേനീച്ചകളെ പറ്റി. അപ്പൊ തേനീച്ച എന്ന് പറഞ്ഞാൽ എളുപ്പം പഠിക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല. എളുപ്പം പഠിക്കാൻ പറ്റിയ ഒരു സാധനമാണെങ്കിൽ നോബൽ സമ്മാനം വെറുതെ കൊടുക്കൂലല്ലോ. അത്രക്ക് എന്താ പറയാ, ഡീപ്പായിട്ട് മനുഷ്യന്മാർക്ക് തിരിയാതെ അത്രക്ക് ഗവേഷണം ചെയ്താലേ തിരിയൂ. അപ്പൊ തേനീച്ചകളിലുള്ള ഒരു പ്രത്യേകമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയതിനാണ് 1972-ലോ 1970-കൾക്ക് ശേഷം ഒരാൾക്ക് നോബൽ സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. ഇത് 1630-കൾക്ക് ശേഷം ജാൻ സ്വാമർഡാമാണ്. അദ്ദേഹം എന്ത് ചെയ്തു? നന്നായിട്ട് പരീക്ഷണം നടത്തി അവസാനം അദ്ദേഹം തെളിയിച്ചു, തേനീച്ചക്കൂട്ടിൽ പെൺ തേനീച്ചകളാണ് കൂടുണ്ടാക്കുന്നത്, പെൺ തേനീച്ചകളാണ് തേൻ കുടിക്കുന്നത്, പെൺ തേനീച്ചകളാണ് വന്നിട്ട് തേൻ ഉണ്ടാക്കുന്നത്. തേനീച്ചകളെ നിങ്ങൾ കൂട് കെട്ടണേ, നിങ്ങൾ തേനുണ്ടാക്കണേ എന്ന് അല്ലാഹു പെൺ തേനീച്ചകളോട് ബോധനം നൽകിയെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ 1400 കൊല്ലം മുന്നേ പെൺ തേനീച്ചയാണ് കൂടുണ്ടാക്കുന്നത് എന്ന് ആർക്കും അറിഞ്ഞൂടാ. എല്ലാവർക്കും അറിയെങ്കിൽ 1600-ൽ ഇയാള് പഠിക്കാൻ ഇറങ്ങോ? ഇതാണാണോ പുരണ്ടാക്കുന്നത്, പെണ്ണാണോ തേനുണ്ടാക്കുന്നതെന്ന് അറിഞ്ഞൂടായിട്ടാണ് പഠിക്കുന്നത്. ഇത് ലോകത്തെല്ലാവർക്കും അറിയുന്ന ഒരു കേസാണെങ്കിൽ പെണ്ണുങ്ങളാ പ്രസവിക്കുക, ആണ് പ്രസവിക്കൂല എന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പഠിക്കാൻ പോവും, പെണ്ണാ പ്രസവിക്കുക ഇല്ല. എന്തുകൊണ്ടാണ് 1600-കളിൽ ജാൻ സ്വാമർഡാം ഇത് പഠിക്കാൻ പോയത്? അന്നാർക്കും അറിഞ്ഞൂടാ, ലോകത്ത് ആർക്കും പിടുത്തല്ല ഇതെന്താണ് തേനീച്ചക്കൂട്ടിൽ നടക്കുന്നത് എന്ന്. റസൂലുള്ളാഹിന്റെ കാലത്തൊന്നും ആർക്കും അറിഞ്ഞൂടാ അതിനെ സംബന്ധിച്ച്. തേനീച്ചക്കൂട്ടിൽ എന്താ നടക്കുന്നത്, അതിന്റെ ജെൻഡർ എന്താണ് എന്നൊന്നും ആർക്കും പിടുത്തല്ല. ഇവിടെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, തേനീച്ചകളിൽ പെൺ തേനീച്ചകളാണ് ഈ വീട് കെട്ടുന്നതും തേനുണ്ടാക്കുന്നതും. ഈ ആയത്തിനെ സംബന്ധിച്ച് ഈ പഠനങ്ങളൊക്കെ ലോകത്ത് വന്നപ്പോ ബോധവും വെളിവുള്ള ആളുകൾ, യൂറോപ്യൻസും പലരും അവർക്ക് മനസ്സിലായി ഇതൊരു മനുഷ്യനെ കൊണ്ട് എഴുതി ഉണ്ടാക്കാൻ പറ്റൂല. കാരണം അക്കാര്യത്തിനെ പറ്റി ആർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് എല്ലാത്തിന്റെയും ഉടമസ്ഥന് അല്ലാഹുവേ. വാഹിദേ യാ നൂറേ ഈമാന്റെ വഴി നൽകണേ. അല്ലാഹ് അല്ലാഹ് വാഹിദേ യാ നൂറേ ഈമാന്റെ വഴി നൽകണേ. ആ പടച്ച തമ്പുരാന് പറയുന്നത് ഖൽബ് കൊണ്ട് കേട്ടോ, അതല്ലാതെ സംശയത്തോടെ നടക്കണ്ട. പടച്ചവന്റെ പരലോകത്തേക്ക് വരുമ്പോ ഖബറും മഹ്ശറയും പരലോകവും ഉണ്ടോ ഇല്ല എന്ന സംശയം വേണ്ട. അസ്റായീൽ വരും, ഖബറിൽ ചോദ്യമുണ്ട് ഉമ്മ. പടച്ചവന്റെ പരലോകത്ത് നിൽക്കേണ്ടി വരും.
വിട്ടുകൊണ്ട് ഭാര്യനെ വിട്ട് ഭർത്താവിനെ വിട്ട് മക്കളെ വിട്ടിട്ട് കുടുംബം വിട്ട് വീട് വിട്ട് വാഹനവും സമ്പൽ സമൃദ്ധിയുമെല്ലാം വലിച്ചെറിഞ്ഞിട്ട് റബ്ബിന്റെ സവിധത്തിലേക്ക് വരേണ്ടെന്ന ഒരു സമയമുണ്ട്, മറക്കല്ലേ. അത് ഈമാന് ഖൽബിന്റെ ഉള്ളിൽ രൂഢമൂലമാണോ? ഈമാന് നമ്മുടെ ഖൽബിലുണ്ടോ? ഒന്നുകൊണ്ടും നമുക്ക് പേടിയുണ്ടാകൂല.